അപ്പോൾ നമ്മൾ ഇനി ചെയിൻ റൂളിന്റെ അടുത്ത കുറച്ച് ക്വസ്റ്റൻ ആണ്. എനിക്ക് മനസ്സിലായി 5 ക്വസ്റ്റൻ കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ പോകണല്ലോ. അതുകൊണ്ട് ഒരു 3-4 കൂടെ ചെയ്ത് കാട്ടിത്തരാം. പാർട്ട് 2 ആയിട്ട് കരുതിക്കോ ചെയിൻ റൂളിൽ തന്നെ. അപ്പൊ ശ്രദ്ധിച്ചോ, ആദ്യത്തെയാണ് കോസ് റൂട്ട് എക്സ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ഇതുപോലത്തെ ഇക്വേഷൻ ഏതാ ആലോചിക്കുന്നത്? ഇതുപോലത്തെ ഇക്വേഷൻ ഏതാ? കോസ് എക്സിന്റെ ഇക്വേഷൻ. നമുക്കറിയാം കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. അപ്പൊ ഈ കോസ് റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പിള്ളേരെ ഒപ്പം പറ, മൈനസ് സൈൻ റൂട്ട് എക്സ് തന്നെ. നോക്ക്, കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ്, കോസ് റൂട്ട് എക്സിന്റെ മൈനസ് സൈൻ റൂട്ട് എക്സ്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എന്താണ്? എക്സിന് പകരം ഇവിടെ റൂട്ട് എക്സ് വന്നു. അത് മനസ്സിലായല്ലോ. അപ്പോ എന്താണോ എക്സിന് പകരം വന്നത് അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാമോ? മൾട്ടിപ്ലൈ ചെയ്യാമോ? ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും മൈനസ് സൈൻ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് എന്നാണ്. നമ്മൾ ഇത്രേ ഉള്ളൂ. എന്താണോ എക്സിന് പകരം വന്നതാണ് അതിന്റെ ഡെറിവേറ്റീവ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമാണ് ചെയിൻ റൂൾ കംപ്ലീറ്റ് ആവുള്ളൂ. രണ്ടാമത്തെ നോക്കുക, കോസ് സൈൻ എക്സ്. ഇത് ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. കോസ് സൈൻ എക്സ്. അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഇക്വേഷൻ ഏതാ ഉള്ളതെന്ന് നോക്കുക. നമുക്കറിയാം കോസ് എക്സ്. നിങ്ങൾ തന്നെ പറ, ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ തന്നെ വ്യത്യാസം എന്താണ്? ഇവിടെ കോസിന്റെ കൂടെ എക്സ് വന്നു. കോസിന്റെ കൂടെ എക്സ് വരുമ്പോഴത്തെ ഡെറിവേറ്റീവ് ആണെന്ത്? മൈനസ് സൈൻ എക്സ്. അപ്പൊ ഈ കോസിന്റെ ഈ എക്സിന് പകരം സൈൻ എക്സ് വന്ന എന്തായിരിക്കും ഡെറിവേറ്റീവ്? ഇതുപോലെ തന്നെ എടുത്തെഴുതുക. എന്താ? മൈനസ് സൈൻ അങ്ങ് എഴുതുക, എക്സ് എഴുതരുത്. പകരം എന്തെന്ന് എഴുതണം? സൈൻ എക്സ് എന്ന് എഴുതണം. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, ഇവിടെ എന്തിന് പകരം എന്താ കയറി വന്നാണ്? എക്സിന് പകരം സൈൻ എക്സ് ആണ് കയറി വന്നാണ്. എന്താണോ പകരം വന്നാണ് അതിന്റെ ഡെറിവേറ്റീവ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് വിളിക്കുന്ന പേരാണെന്ത്? ചെയിൻ റൂൾ എന്ന് പറഞ്ഞത്. നമുക്ക് എഴുതാം ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. ആൻസർ ആയിട്ട് നമുക്ക് കിട്ടാൻ പോണേ മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഇനി മൂന്നാമത്തെ നോക്കുക സൈൻ എ എക്സ് പ്ലസ് ബി. ഇത് എളുപ്പം, ഓൺലൈനിൽ ഏറ്റവും ഈസി ഉള്ള സാധനമാണത്. സൈൻ എ എക്സ് പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്താ? സൈൻ എക്സിന്റെ ഇക്വേഷൻ, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പോ സൈൻ എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോസ് എ എക്സ് പ്ലസ് ബി ആയിരിക്കും. നിങ്ങളെ നോക്കിയേ, എക്സിന് പകരം ഇവിടെ കിടക്കുന്ന സാധനമാണെന്ത്? എ എക്സ് പ്ലസ് ബി. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് വെച്ച് മൾട്ടിപ്പിൾ ആണ്. ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ് പ്ലസ് ബി. നമുക്ക് കിട്ടാൻ പോണേ കോസ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു എ എക്സിന്റെ ഡെറിവേറ്റീവ് എ, 2x ഡെറിവേറ്റീവ് 2, 3x ഡെറിവേറ്റീവ് 3. അപ്പൊ എ എക്സിന്റെ ഡെറിവേറ്റീവ് എ. ബി നമ്പേഴ്സിന്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ലെറ്റേഴ്സിന്റെ ഡെറിവേറ്റീവ് ഒക്കെ 0 ആയിരിക്കും. ബിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 0. ഇതാണ് അതിന്റെ ആൻസർ. അടുത്ത് നോക്കിയോ, നാലാമത്തെ. ഇത് കുറച്ച് ടഫാണ്. സീക്ക് ടാൻ റൂട്ട് എക്സ്. ഇവിടെ നമുക്ക് 2 തവണ എന്ത് യൂസ് ചെയ്യേണ്ടി വരും? ചെയിൻ റൂൾ യൂസ് ചെയ്യേണ്ടി വരും. നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താന്ന് നോക്കുക. സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് എന്നാണ്. നമുക്കറിയാലോ. ഇവിടെ എക്സിന് പകരം നിൽക്കുന്നത് ഈ പുള്ളിക്കാരനാണ്, ടാൻ റൂട്ട് എക്സ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ്. അപ്പൊ നമ്മൾ ഈ എക്സിന്റെ 2 സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കണം? ടാൻ റൂട്ട് എക്സ് ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് കിട്ടും സീക്ക് ടാൻ റൂട്ട് എക്സ് ടാന്